മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ജാമ്യം അനുവദിച്ചാൽ എതിർപ്പില്ലെന്ന് ED സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, എന്താണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്? എങ്ങനെയാണ്? എന്തൊക്കെ വാദങ്ങൾ നടന്നു കോടതിയിൽ? EDയുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? പ്രജിൻ, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു നടപടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ആം ആദ്മി പാർട്ടി നേതാക്കളിൽ ആദ്യം ജാമ്യം അനുവദിക്കുന്ന നേതാവായി സഞ്ജയ് സിംഗ് മാറിയിരിക്കുന്നു. സുപ്രീം കോടതിയാണ് സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അറസ്റ്റിലായി 6 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് ഈ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ സഞ്ജയ് സിംഗിനെ കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ, ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് സുപ്രീം കോടതി ആരായുകയായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ സഞ്ജയ് സിംഗിൽ നിന്നും പിന്നീട് ചോദ്യം ചെയ്യലോ മറ്റു നടപടികളോ ഒന്നും തന്നെ നടന്നിട്ടില്ല. കൂടാതെ 1 രൂപ പോലും പണം പിടിച്ചെടുത്തിട്ടില്ല എന്നീ കാര്യങ്ങളും കോടതി വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സഞ്ജയ് സിംഗിന്റെ ജാമ്യത്തെ എതിർത്തില്ല സുപ്രീം കോടതിയിൽ എന്നുള്ളതും സുപ്രധാനമാണ്. തുടർന്ന് കോടതി സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. സഞ്ജയ് സിംഗിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കൾ അരവിന്ദ് കെജ്രിവാളും സിസോദിയും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ജയിലിലായ ഒരു പശ്ചാത്തലത്തിൽ സഞ്ജയ് സിംഗ് പുറത്തിറങ്ങുന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രചരണത്തിലും ഗുണകരമായി മാറും. ഒപ്പം തന്നെ ജാമ്യ വ്യവസ്ഥകൾ അത് വിചാരണ കോടതി നിശ്ചയിക്കുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ വിചാരണ കോടതിയിൽ നിന്നും കൂടാതെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് സഞ്ജയ് സിംഗ് സുപ്രീം കോടതിയെ സമീപിച്ചത്. മനീഷ് സിസോദിയയ്ക്ക് പിന്നാലെയാണ് സഞ്ജയ് സിംഗും ഈ കേസിൽ അറസ്റ്റിലാകുന്നത്. എന്നാൽ ഇപ്പോൾ സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നാണ് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇത് മറ്റ് നേതാക്കളുടെ കാര്യത്തിൽ ഉൾപ്പെടെ ആശ്വാസകരമായ ഒരു നടപടി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ED ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അഴിമതി നടന്നു എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയിൽ 1 രൂപ പോലും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് ആം ആദ്മി പാർട്ടി. ബൽറാം, ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോപ്പ് 4 ലീഡേഴ്സ്, ആം ആദ്മി പാർട്ടിയുടെ ടോപ്പ് 4 ലീഡേഴ്സ് ജയിലിൽ അടച്ചു എന്നാണ് ആ പാർട്ടിയുടെ വൃത്തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ ഇപ്പോൾ സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിക്കുന്നു. അതേസമയം നേരത്തെ ED എടുത്ത നിലപാട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിയാൽ അതിനെ എതിർക്കില്ല എന്ന് ED സുപ്രീം കോടതിയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇതൊന്നുമല്ല, മദ്യനയ അഴിമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ, അതിന്റെ കിങ് പിൻ എന്ന് പറയുന്നത് അത് അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ് എന്ന് നേരത്തെ ED വ്യക്തമാക്കിയതുമാണ്. അതായത് അരവിന്ദ് കെജ്രിവാളിലേക്ക് മാത്രമായി ED ഈ കേസിനെ ഫോക്കസ് ചെയ്യുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, നിലവിൽ ഈ സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കുറ്റപത്രത്തിലടക്കം വ്യക്തമാക്കിയത് ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കൾക്കെല്ലാം തന്നെ ഈ മദ്യനയ രൂപീകരണത്തിൽ നിർണായക പങ്കുണ്ട് എന്നും അഴിമതി നടത്താനുള്ള പഴുതുകൾ വെച്ചാണ് ഈ മദ്യനയം രൂപീകരിച്ചത് പോലും എന്നുള്ളതാണ്. അതിന്റെ കിങ് പിൻ എന്നാണ് കെജ്രിവാളിനെ വിശേഷിപ്പിച്ചത്. മറ്റ് നേതാക്കൾക്കെല്ലാം പങ്കുണ്ട് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സഞ്ജയ് സിംഗും അദ്ദേഹത്തിന്റെ സഹായികൾ വഴി സഞ്ജയ് സിംഗ് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നതടക്കമാണ് സഞ്ജയ് സിംഗിന് എതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആരോപണം എന്നുള്ളത്. തുടർന്നാണ് സഞ്ജയ് സിംഗിന്റെ വസതിയിലെത്തി അപ്രതീക്ഷിത നീക്കത്തിലൂടെ സഞ്ജയ് സിംഗിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ആം ആദ്മി നേതാക്കൾ ഇതുവരെയും ഉന്നയിക്കുന്ന ഒരു വാദം എന്നുള്ളത് 1 രൂപ പോലും ഇതുവരെ പല റെയ്ഡുകളിൽ പല നേതാക്കളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ന് അത് ശരിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സുപ്രീം കോടതിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഇന്ന് ചോദിച്ചത് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പണമൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഇത് മറ്റ് നേതാക്കളുടെക്കും ആശ്വാസകരമായ അനുകൂല പ്രതികരണം ലഭിക്കാവുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതും നൽകുന്നത്. നിലവിൽ ഇപ്പോൾ മനീഷ് സിസോദിയുടെ ജാമ്യം അടക്കം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാണ്. സഞ്ജയ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി
പാർട്ടിയുടെ പ്രചരണത്തെ നയിക്കാൻ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങാൻ കഴിയുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. പ്രജിത്ത്, ശരി, എന്തായാലും ഈ വാർത്തയിൽ വലിയ ആശ്വാസം കണ്ടെത്തുന്നു ആം ആദ്മി പാർട്ടി. ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാവും ഒപ്പം ഡൽഹിയിലെ മന്ത്രിയുമായ അതിഷി സത്യമേവ ജയതേ എന്ന് എക്സിൽ കുറിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അല്പസം മുൻപാണ് എക്സിൽ ആ പോസ്റ്റ് അതിഷി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.